പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മസാല വാട്ടിയും മാവ് പരത്തിയൊന്നും സമയം കളയാതെ നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ 2 ക്യാരറ്റും ഒരു ക്യാപ്സിക്കവും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം തന്നെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതിലേക്കൊരു 2 പിഞ്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. നമ്മൾ ചിക്കനിലും മയണൈസിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.25 കപ്പോളം പാലാണ്. പാല് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ബാറ്റർ ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്ര ഒരു ലൂസിലാണ് കേട്ടോ ഈ മാവ് വേണ്ടത്. ഒരുപാട് കട്ടിയായി പോവരുത്. ഇതാ ഒരു പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് നമുക്ക് ഓരോ തവി ഒഴിച്ചു കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. ദോശ നൈസായിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ. ഒട്ടും തന്നെ കട്ടി ഉണ്ടാവരുത്. മാവൊഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഗ്യാപ്പൊക്കെ ഒന്ന് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ദോശ ഒരുപാട് മുരിഞ്ഞൊന്നും പോവരുത്. ചുട്ടെടുത്ത ദോശ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ശേഷം ഒരു ടീസ്പൂൺ മയണൈസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഫില്ലിങ്സിൽ നിന്നും കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം അത് 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇതിന് വേറെ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടുന്നുണ്ട്. ദോശ ചുട്ട ആ ഒരു ചൂടോടുകൂടെ തന്നെ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കണം. അപ്പോൾ പിന്നെ വേറെ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. ഇനി ഒരു പാനിൽ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മടക്കിയെടുത്ത സ്നാക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു 3 എണ്ണം വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയിലൊന്നും മുക്കിപ്പൊരിച്ചെടുത്ത് സ്നാക്ക് കഴിക്കാത്ത ആളുകൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.